നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പാർട്ട് 2. അതിൽ 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്കും മറ്റൊന്ന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും. അതിൽ ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. മെയിൻലി നിങ്ങളുടെ ഫോക്കസ് വരേണ്ടത് അതിൻ്റെ 2-fold ഇഫക്റ്റിലേക്കാണ്. എവിടെയാണ് അത് ഷോ ചെയ്യേണ്ടത് എന്നാണ്. ഏത് അഡ്ജസ്റ്റ്മെൻറ്റ്സും 2 ഇടങ്ങളിൽ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുമാണ് കാണിക്കേണ്ടത്. അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയോ ഡെബിറ്റ് സൈഡിൽ കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യുകയും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയുമാണ് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട് എന്നാണ്. ഇപ്പോൾ സാലറി എന്നാണ് എക്സ്പെൻസിൻ്റെ പേരെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് സാലറിക്ക് ഡെബിറ്റ് കൊടുക്കുന്നു നമുക്കറിയാലോ. അതായത് കൊടുക്കാനുള്ള സാലറി കൊടുക്കാറായിട്ടുണ്ട്, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം ശരിക്ക് ഈ കൊല്ലത്തെ എക്സ്പെൻസാണ്. കറണ്ട് ഇയറിലെ എക്സ്പെൻസ് ആണെങ്കിൽ നമ്മളത് പരിഗണിക്കണം, ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് സാലറി കൂട്ടി കാണിക്കണം. 11 മാസത്തെ സാലറി കൊടുത്തിട്ടുള്ളൂ, 12ാം മാസത്തെ കൂടി നമ്മൾ കൂട്ടി കാണിക്കണം. ഇൻക്രീസ് ഇൻ സാലറി ഡെബിറ്റ്, സാലറിക്ക് ഡെബിറ്റ്. അതോടൊപ്പം കൊടുക്കാനുള്ള തുകയാണത്, അതായത് ലയബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ക്രെഡിറ്റും. അതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. അപ്പോൾ ഏത് അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഒരു 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ അറിയണം. ഒന്ന്, എന്താണ് ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ്. 2, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്. 3ാമത്തത്, അതുമായി ബന്ധപ്പെട്ട 2-fold ഇഫക്റ്റ് എന്താണ്. 2 ഇടങ്ങളിൽ എവിടേക്കാണ് അത് കാണിക്കേണ്ടത്. ഈ 3 ചോദ്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്, പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതായത് എവിടെയാണ് അത് ഷോ ചെയ്യേണ്ടത്. 2 ഇടങ്ങളിൽ ഷോ ചെയ്യണം, അത് എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ബാക്കിയുള്ള ഒരു 3-4 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മേഖല ഏതാണെന്ന് ഞാൻ പറഞ്ഞു. 3 ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ. ഓക്കെ, നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 3ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രീ പേ ചെയ്തതാണ്, മുൻകൂട്ടി തന്നെ പണം കൊടുത്തതാണ്. അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പം നമ്മൾ പറയുന്ന എക്സാമ്പിൾ ആ സ്കൂളാണല്ലോ. നിങ്ങൾ സ്കൂളിലെ മാനേജറാണ്. നിങ്ങൾ സാലറി അഡ്വാൻസ് ആയി കൊടുക്കുന്നു. ശരിക്കും ഒരു കൊല്ലത്തേക്ക് 12 മാസത്തെ സാലറിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അധ്യാപകൻ അയാൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ച് അയാളുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തെ ശമ്പളം നിങ്ങൾ അഡ്വാൻസ് ആയി അയാൾക്ക് കൊടുക്കുന്നു എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നിങ്ങൾ സാലറി കൊടുത്തത് ഒരു മാസം സാലറി 10,000 രൂപയാണെങ്കിൽ നിങ്ങൾ 14 മാസത്തെ ശമ്പളം കൊടുത്തു, 14,000 രൂപ കൊടുത്തു. നിങ്ങൾ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവുക സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 14,000. പക്ഷേ ഈ 14,000 എന്ന് പറയുന്നത് ഈ കൊല്ലവുമായി ബന്ധപ്പെട്ട കണക്കല്ല, അതിൽ 2,000 വരും വർഷവുമായി ബന്ധപ്പെട്ട കണക്കാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 14,000 എന്ന് കാണിച്ചാൽ അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ഒരു കൊല്ലവുമായി യഥാർത്ഥത്തിൽ ബന്ധമുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ എഴുതാൻ പാടുകയുള്ളൂ. അപ്പോൾ 14,000 നിന്ന് നമ്മൾ 2,000 രൂപ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സാലറി അക്കൗണ്ട് കുറയ്ക്കണം. ഡിക്രീസ് ഇൻ സാലറി ഓർ ഡിക്രീസ് ഇൻ എക്സ്പെൻസ് ക്രെഡിറ്റ്. അപ്പോൾ സാലറിക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക. എന്തിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്? പ്രീപെയ്ഡ് സാലറിക്ക് ഡെബിറ്റും കൊടുക്കുക. ഓക്കെ, അത് പ്രീപെയ്ഡ് സാലറി ആവാം, പ്രീപെയ്ഡ് വേജസ് ആവാം, പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് അതാത് സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ആ അക്കൗണ്ടിൻ്റെ പേരെഴുതേണ്ടത്.
അപ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രീപെയ്ഡ് എക്സ്പെൻസിന് ഡെബിറ്റ് കൊടുക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അയാളുടെ അടുത്തുനിന്ന് നമുക്ക് അയാളുടെ സേവനം ലഭിക്കും എന്നുള്ളതാണ്. ആ സേവനം ലഭിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കുന്നു. കാരണം അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അഡ്വാൻസായി നമ്മൾ നടത്തി എന്നതാണ് കാരണം. അപ്പോൾ അത് കിട്ടാനുള്ളത് ക്യാഷ് ആയിക്കോട്ടെ ഓർ സർവീസ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് അസറ്റായിട്ടാണ് പരിഗണിക്കാവുന്നത്. ഡെറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കാശ് കിട്ടാനുണ്ട്, ഇവിടെ നമുക്ക് സർവീസ് കിട്ടാനുണ്ട്. സോ ദ എൻട്രി വിൽ ബി പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട്. അതിന് മുൻപ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. ദോസ് എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ള എക്സ്പെൻസ്, കാശ് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൂസ് ബെനിഫിറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ മാത്രമേ അതിൻ്റെ സേവനം കിട്ടുകയുള്ളൂ, അതുമായി ബന്ധപ്പെട്ട സേവനം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഡിസംബർ മാസം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും ശമ്പളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലുമായിരിക്കും അതുമായി ബന്ധപ്പെട്ട സേവനം ലഭിക്കുന്നത്. ആർ കോൾഡ് അൺഎക്സ്പെയ്ഡ് ഓർ പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതിനെ ഒന്നുകിൽ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കും. ചില സാഹചര്യങ്ങളിൽ പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ എന്ന് പറയും. പെയ്ഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അത് സർവീസ് നിന്ന് കിട്ടാൻ ആയിട്ടില്ല. എക്സാമ്പിൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് റെൻറ്റ്, ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ റെൻറ്റഡ് ബിൽഡിംഗ് ആണ് നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 മാസത്തെ വാടക മുൻകൂറായി കൊടുക്കുന്നു. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക, ഭാവിയിൽ 2 മാസങ്ങളിൽ നമുക്ക് ആ റൂം ബിൽഡിംഗ് ഉപയോഗിക്കാനുള്ള അവകാശം ലഭിക്കും. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ. ഈ എക്സ്പെൻസിൻ്റെ പേര് മാറ്റേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ അത് സാലറി ആവും, ചിലപ്പോൾ ടെലിഫോൺ ചാർജ് ആവും, ചിലപ്പോൾ ഇൻഷുറൻസ് ആവും. ഓരോ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ടു കൺസേൺഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണെങ്കിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട്. പ്രീപെയ്ഡ് റെൻ്റ് ആണ് എങ്കിൽ പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്. ഇനി അതിൻ്റെ 2-fold ഇഫക്റ്റ് എന്താണെന്നാണ്. ഒന്ന്, it will be deducted from the respective expense on the debit side of trading and profit and loss account. ഇപ്പോൾ വേജസ് ആണ് നമ്മൾ പ്രീപേ ചെയ്തിട്ടുള്ളതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേജസിൽ നിന്ന് മൈനസ് ചെയ്യുക. സാലറിയാണ് നമ്മൾ പ്രീപേ ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നിന്നും ആ എമൗണ്ട് മൈനസ് ചെയ്യുക. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത്? അതിന് വരാൻ പോകുന്ന പീരീഡുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ആവശ്യം ഈ കറണ്ട് ഇയറുമായി ബന്ധപ്പെട്ട ഫിഗേഴ്സ് മാത്രമാണ് നമുക്ക് ആവശ്യം. അടുത്ത ഇഫക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ഷോൺ ആസ് എൻ അസറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട്, കുറച്ചും കൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഒരു കറണ്ട് അസറ്റായിട്ട് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. സോ ഇതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കൂ, ഇതുവരെ നമ്മൾ എക്സ്പെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി കുറച്ച് നമുക്ക് സന്തോഷമുള്ള കാര്യം പറയാം, അതായത് വരുമാനത്തെക്കുറിച്ച്. അതിലൊന്ന് അക്രൂഡ് ഇൻകം. ഇപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്, 2 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, 3 പ്രീപെയ്ഡ് എക്സ്പെൻസസ്, 4ാമത്തതാണ് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയും. അപ്പോൾ എന്താണത്? നമുക്ക് കാശ് കിട്ടാറായി, പക്ഷേ ഇതുവരെ ക്യാഷ് കിട്ടിയിട്ടില്ല. ഇതിനാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ കോവിഡ് ഒരു സിനാരിയോയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പല എംപ്ലോയീസും ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ അവർ ശമ്പളം കിട്ടാനുള്ള അർഹത അവർക്കുണ്ട്, പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പല സ്ഥാപനങ്ങൾക്കും ശമ്പളം കൊടുക്കാനാവുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഇൻകം അക്രൂഡ് ഇൻകമാണ്. കിട്ടാറായിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രത്യേകം ഓർക്ക് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നിങ്ങളുടെ ഫാദർ ആണെങ്കിൽ ഫാദറിന് ശമ്പളം കിട്ടിയിട്ടില്ല എങ്കിൽ, കിട്ടാറായിട്ടുണ്ട്, കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവരുടെ അക്രൂഡ് സാലറിയാണ്, അവർക്ക് കിട്ടാനുള്ള സാലറിയാണ്. അപ്പോൾ നോക്കാം, ഇൻകം വിച്ച് ഹാവ് ബിക്കം ഡ്യൂ, കിട്ടാറായിട്ടുണ്ട് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരീഡ് ബട്ട് ദ സെയിം ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് ആർ കോൾഡ് അക്രൂഡ് ഇൻകം. കിട്ടാറായിട്ടുണ്ട്, കിട്ടിയിട്ടില്ല, ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. അപ്പോൾ അതിലൊന്ന് അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ്. ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് കിട്ടാറായിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. അക്രൂഡ് കമ്മീഷൻ, കിട്ടാറായിട്ടുണ്ട് കമ്മീഷൻ, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യേണ്ടതെന്ന് ലോജിക്കലായി ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടാനുള്ള ഇൻകം, കിട്ടാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കിട്ടാനുള്ള കാശായാലും കിട്ടാനുള്ളത് സേവനമാണെങ്കിലും നമ്മളതിന് ഡെബിറ്റാണ് കൊടുക്കുക, കാരണം അത് അസറ്റാണ്. സോ അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ്, അക്രൂഡ് കമ്മീഷൻ, അതിന് ഡെബിറ്റ് കൊടുക്കുക. ടു ദി കൺസേൺഡ് ഇൻകം, ഇൻകത്തിന് ക്രെഡിറ്റും കൊടുക്കുക. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ടു
ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ്, അതല്ലെങ്കിൽ ടു കമ്മീഷൻ. ഇതിനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ കാരണം ഇപ്പം ഇത് നമ്മൾ പറഞ്ഞല്ലോ, കിട്ടാനുള്ളത് അസറ്റാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി പിന്നെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ കിട്ടാനുണ്ട്. ഈ കൊല്ലം 2020 എന്ന് പറയുന്ന കൊല്ലം കമ്മീഷൻ കിട്ടാനുമുണ്ട്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും 2020 എന്ന് പറയുന്ന വർഷവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണത്. കിട്ടിയോ ഇല്ലയോ എന്നത് പ്രസക്തമേ അല്ല അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച്, അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ കൊല്ലത്തെ ഇൻകമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിന് ഇൻകം വർദ്ധിപ്പിച്ച് കാണിക്കണം. അപ്പോൾ ആ കൺസേൺഡ് ഇൻകത്തിന് ഇൻക്രീസ് ഇൻ ഇൻകം, ഇൻക്രീസ് ഇൻ റവന്യൂ, ക്രെഡിറ്റ്. ഇതാണ് അതിൻ്റെ റീസൺ. ദി ഇഫക്റ്റ് ഓഫ് ദി എബവ് അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ ബി. എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് ഉള്ളത്? നമ്മൾ ഇൻകം കൂട്ടിക്കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പോലെ തന്നെയാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടിക്കാണിക്കുക, അവിടെ എക്സ്പെൻസ് കൂട്ടിക്കാണിക്കുക, ഇവിടെ ഇൻകം കൂട്ടിക്കാണിക്കുക. അപ്പോൾ എവിടെയാണ് അത് കൂട്ടിക്കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കൂട്ടിക്കാണിക്കുക, പ്ലസ് ഇടുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് എന്നുള്ളൊരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടുണ്ടാവും, പ്ലസ് അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് എഴുതുക. കമ്മീഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷൻ എന്നുണ്ടാവും. ആ കമ്മീഷനിൽ അതുവരെ കിട്ടിയ കമ്മീഷനാണ് ഉണ്ടാവുക. അതിനോടുകൂടി ആഡ് ചെയ്തിട്ട് കിട്ടാനുള്ള കമ്മീഷൻ കൂടി ആഡ് അക്രൂഡ് കമ്മീഷൻ എന്നുകൂടി ചെയ്ത് എഴുതുക. ഇതാണ് ഒരു ഇഫക്റ്റ്. രണ്ടാമത്തെ ഇഫക്റ്റ്, കിട്ടാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അസറ്റാണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഒരു കറണ്ട് അസറ്റായിട്ട് എഴുതുക. സോ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ വേ ഓഫ് അഡീഷൻ ടു ദി ഇൻകം. ദെൻ അപ്പം ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ അത് ആഡ് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആസ് അക്രൂഡ് ഇൻകം. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അക്രൂഡ് ഇൻകം, അതായത് ഇതേപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ അക്രൂഡ് കമ്മീഷൻ, എന്താണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് അതങ്ങോട്ട് എഴുതുക. ഇതാണ്. അപ്പോൾ അത് കറണ്ട് അസറ്റ് ആയിട്ടാണ് എഴുതേണ്ടത് എന്ന് ഓർക്കുക. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതും ഇൻകത്തെക്കുറിച്ചാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പേര് കേട്ടാൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് ഇൻകം അഡ്വാൻസ് ആയി കിട്ടി. അപ്പോൾ ആലോചിച്ച് നോക്കൂ, പിന്നെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ അല്ലെങ്കിൽ റെൻറ്റ് നേരത്തെ ഇതിന് സ്ഥാപനം പിന്നെ ഒരു വലിയ ബിൽഡിങ്ങിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റേതാണ് ആ ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം നമ്മൾ വേറൊരു കൂട്ടർക്ക് വാടകയ്ക്ക് കൊടുത്തു. നമ്മുടെ ബിസിനസ് വാടകയ്ക്ക് വേറൊരു കൂട്ടർക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗം വാടകയ്ക്ക് കൊടുത്തു. അവരുടെ അടുത്തുനിന്ന് നമുക്ക് ആ റെൻറ്റ് അഡ്വാൻസ് ആയി കിട്ടി. നമ്മുടെ ബിസിനസ്സിന് അവരുടെ അടുത്ത് നിന്ന് റെൻറ്റ് അഡ്വാൻസ് ആയി കിട്ടി. അതായത് അടുത്ത പിന്നെ ഈ കൊല്ലത്തെ 12 മാസത്തെയും കിട്ടി, അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു 3 മാസത്തെയും അഡ്വാൻസ് ആയി കിട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വരിക? നമ്മൾ ഇതിന് പറയുന്നത് ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഡ്യൂ. കിട്ടി പക്ഷേ കിട്ടാറായിട്ടില്ല, ഡ്യൂ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ എ പോർഷൻ ഓഫ് ദി ഇൻകം റിസീവ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ മേ റിലേറ്റ് ടു ദ ഫ്യൂച്ചർ പീരീഡ് ഈസ് കോൾഡ് അൺഏൺഡ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റിസീവ്ഡ് ബട്ട് നോട്ട് ഡ്യൂ, ഇതിനാണ് പറയുന്നത്. എന്താണ്? നമുക്ക് ആകെ കിട്ടിയ വരുമാനത്തിൽ ഒരു പോർഷൻ അതായത് ആകെ ഈ കറണ്ട് ഇയർ കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു പോർഷൻ ഭാവിയിലെ പീരീഡുമായി ബന്ധപ്പെട്ടതാണ്, അടുത്ത വരാൻ പോകുന്ന വർഷവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നേരത്തെ കിട്ടിയ ഇൻകം, അത്രയേ ഉള്ളൂ അർത്ഥം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? നമ്മളെ ഇൻകം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 12 മാസം വാടക കിട്ടി, അതോടൊപ്പം ഒരു 3 മാസം കൂടി കിട്ടി. അപ്പോൾ ശരിക്കും 15 മാസത്തെ വാടക ഈ കൊല്ലവുമായി ബന്ധമുള്ളതല്ല യഥാർത്ഥത്തിൽ. ഈ കൊല്ലവുമായി ബന്ധമുള്ളതെന്ന് പറയാൻ 12 മാസത്തേതേ ഉള്ളൂ. 3 മാസത്തെ വാടക നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ ഒരു മാസത്തെ വാടക 10,000 ആണ്. അപ്പോൾ നമുക്ക് 12 മാസം കാരണം 1,20,000 പ്ലസ് ഒരു 3 മാസം 1,50,000 കിട്ടി. നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻറ്റ് റിസീവ്ഡ് അക്കൗണ്ട് എന്ന് നമ്മൾ എൻട്രി പാസ് ചെയ്തു. അപ്പം 1,50,000 ഉണ്ട് റെൻറ്റ് റിസീവ്ഡ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകമാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നു റെൻറ്റ് റിസീവ്ഡ്. നമ്മൾ പിന്നെ പർട്ടിക്കുലേഴ്സിൻ്റെ കോളത്തിൽ തന്നെ, എമൗണ്ട് കോളത്തില്ല, പർട്ടിക്കുലേഴ്സിൻ്റെ കോളത്തിൽ തന്നെ 1,50,000 എന്ന് എഴുതുക. എന്നിട്ട് മൈനസ് ചെയ്യുക. എന്താ മൈനസ് ചെയ്യേണ്ടത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. 3 മാസത്തേത് നമുക്ക് അഡ്വാൻസ് ആയി കിട്ടിയാൽ അത് മൈനസ് ചെയ്യുക 30,000. എന്നിട്ട് എമൗണ്ട് കോളത്തിൽ 1,20,000 എന്ന് എഴുതുക. രണ്ടാമത്തത്, നമ്മൾ നേരത്തെ എന്ത് വാങ്ങി വെച്ചാലും, നമുക്ക് കിട്ടാൻ അർഹതയുള്ള സമയത്തിന് മുൻപ് തന്നെ നമ്മൾ എന്ത് വാങ്ങി വെച്ചാലും അത് യഥാർത്ഥത്തിൽ നമ്മുടെ ബാധ്യതയാണ്.
കാരണം ഭാവിയിൽ നമ്മൾ സേവനം നൽകാൻ ബാധ്യസ്ഥരാകും. ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റെൻ്റ് റെസിഡൻ്റ് കേസാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പോർഷൻ വിട്ടു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. നമ്മുടെ ലയബിലിറ്റി ആവും, നമ്മൾ ലയബിൾ ആവും. ബാധ്യസ്ഥരാവുക പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആവുക, ലയബിൾ ആവുക എന്നൊക്കെയാണ്. അപ്പോൾ ലയബിലിറ്റി, നമ്മുടെ ലയബിലിറ്റിയാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ ബേസിക് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അത് ഇറ്റ്സ് എ ലയബിലിറ്റി. അക്രൂഡ് ഇൻകം എന്താ ബേസിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ അസറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ് ഇതിൻ്റെ ബേസിക്കായ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലയബിലിറ്റി. അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് ആൻ അസറ്റ്. ഓക്കെ, അതിൻ്റെ ബേസിക് ക്യാരക്ടർ എന്താണ്? ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ അത് എഴുതുമ്പോൾ എന്താണ്? അസറ്റ് ആണെങ്കിൽ ഡെബിറ്റ്, ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ്. ആ രീതിയിൽ നമ്മൾ കാണണം. അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻകം നമ്മൾ കുറയ്ക്കണം. ഡിക്രീസ് ഇൻ ഇൻകം, ഡിക്രീസ് ഇൻ റവന്യൂ, ഡെബിറ്റ്. അപ്പോൾ കൺസേൺഡ് ഇൻകത്തിന് അക്കൗണ്ട്. ഇപ്പോൾ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ റെൻ്റ് അക്കൗണ്ടിന് ഡെബിറ്റ്, ക്രെഡിറ്റ് റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. കാരണം അത് നമ്മുടെ ലയബിലിറ്റിയാണ്. എൻ്റെ ടു ഫോൾഡ് ഡിഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇറ്റ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് ഇൻകം ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ഇറ്റ് ഈസ് ഷോൺ ആസ് എ ലയബിലിറ്റി ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഇതാണ് എൻ്റെ ടു ഫോൾഡ് ഡിഫക്റ്റ്. അപ്പം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഓരോ എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ പഠിക്കുക. ജസ്റ്റ് വൺ മോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാനാവാത്തൊരു ചിലവാണ്. ഇത് നമ്മൾ ഇൻകർ ചെയ്തിട്ടില്ലെങ്കിലും, നമ്മളിത് കണക്ക് ബുക്കിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ആരും നമ്മളോട് വന്ന് ചോദിക്കുകയൊന്നുമില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സാലറി കൊടുത്തില്ലെങ്കിൽ എംപ്ലോയി വന്ന് ചോദിക്കും. ടെലിഫോൺ ചാർജസ് കൊടുത്തിട്ടില്ലെങ്കിൽ ടെലിഫോൺസിൻ്റെ ആളുകൾ വന്ന് ചോദിക്കും. ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും KSEBന്ന് കോൾ വരും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു എക്സ്പെൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ആരും വന്ന് ചോദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അക്കൗണ്ട് ബുക്കിൽ എഴുതിയിട്ടില്ലെങ്കിൽ ആരും ചോദിക്കില്ല. പക്ഷേ ഇപ്പോൾ പിന്നെ നിയമപരമായി പിന്നെ പല നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഴുതിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഓഡിറ്റിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ബട്ട് അല്ലാതെ ഒരു ഔട്ട്സൈഡർ പുറത്തുനിന്ന് വന്ന് ആരും ചോദിക്കില്ല. അപ്പം എന്താണ് ഡിപ്രീസിയേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് തേയ്മാനം എന്നാണ്. ഒരു അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവ് എന്നാണ്. പക്ഷേ ജനറലി അതിന് പറയാറുള്ളത് തേയ്മാനം എന്നാണ്. യഥാർത്ഥത്തിൽ തേയ്മാനം എന്നുള്ളൊരു അർത്ഥം മാത്രമല്ല അതിനുള്ളതെന്ന് മനസ്സിലാക്കുക. പക്ഷെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ തൽക്കാലം അതിനെ തേയ്മാനം എന്ന് വിളിക്കുന്നു. ഡിപ്രീസിയേഷൻ ഈസ് ദി ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ, പാസേജ് ഓഫ് ടൈം, എക്സെട്ര. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? തേയ്മാനം എന്ന് പറയുന്നത് ഒരു അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവാണ് തുടർച്ചയായ ഉപയോഗം മൂലം, അല്ലെങ്കിൽ കാലപ്രവാഹത്തിൽ കാലം കൊണ്ട് സെറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവ്. അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ആൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു ബിസിനസ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായി വരുന്ന ചിലവാണ്. ആൻഡ് ടു അറൈവ് അറ്റ് ദി കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ദ ബിസിനസ് ഇറ്റ് ഷുഡ് ബി ചാർജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്കാക്കുമ്പോൾ ഈ ഒരു എക്സ്പെൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു എക്സ്പെൻസ് കൺസിഡർ ചെയ്യാതെ നമ്മൾ ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് യുക്തിയല്ല. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. ഡിപ്രീസിയേഷൻ ഇതുവരെയുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഡിപ്രീസിയേഷൻ ഇസ് എൻ എക്സ്പെൻസ്. സോ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഡെബിറ്റ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കൺസേൺഡ് അസറ്റ് അക്കൗണ്ട്. അസറ്റിന് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കൺസേൺഡ് അസറ്റ് പറഞ്ഞാൽ ബന്ധപ്പെട്ട അസറ്റ്, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ്. ഇറ്റ് ക്യാൻ ബി മെഷീനറി, ഇറ്റ് ക്യാൻ ബി ബിൽഡിംഗ്, ഇറ്റ് ക്യാൻ ബി ഫർണിച്ചർ, അതുപോലെ എന്ത് ഫിക്സഡ് അസറ്റ് വേണമെങ്കിലും ആവാം. അപ്പോൾ ഏത് ഫിക്സഡ് അസറ്റും നമുക്കിവിടെ കൺസേൺഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്വസ്റ്റ്യനിൽ ഏത് അസറ്റിനെ കുറിച്ചാണോ പറയുന്നത് ആ അസറ്റ്. ഇപ്പം മെഷീനറി അക്കൗണ്ട് എന്ന് എഴുതാം. അപ്പോൾ തേയ്മാനം എന്ന എക്സ്പെൻസും അസറ്റിൻ്റെ വിലയിൽ കുറയുന്നു. തേയ്മാനം ഉണ്ടാകുമ്പോൾ അസറ്റിൻ്റെ വില കുറയും. സോ ക്രെഡിറ്റ്. ദി ഇഫക്റ്റ് ഓഫ് ദി അബവ് അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ ബി. എന്തൊക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റ്? ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മറ്റെല്ലാ ചിലവുകളും പോലെ തേയ്മാനവും ഒരു ചിലവാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. Then it is shown on the asset side of the balance sheet by way of deduction from the concerned asset. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മളെല്ലാ ഫിക്സഡ് അസറ്റും എഴുതാറുള്ളത്. ആ അസറ്റിൽ നിന്നും നമ്മൾ തേയ്മാനം മൈനസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ടു ഫോൾഡ് ഇഫക്റ്റ്. ഒന്ന് ബാലൻസ് ഷീറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓൺ വെഹിക്കിൾ, ഇങ്ങനെ നമുക്ക് കാണിക്കാം. രണ്ടാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ അസറ്റിൻ്റെ വില കാണിക്കുമ്പോൾ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് പെർട്ടിക്കുലേഴ്സിൻ്റെ കുളത്തിൽ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ദെൻ ആ കറക്റ്റ് എമൗണ്ട് മാത്രം എമൗണ്ട് കുളത്തിലേക്ക് എഴുതുകയും ചെയ്യും. സോ ഇതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന
അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് റിപ്പീറ്റഡായി കാണുക, ലോജിക്കലായി തന്നെ മനസ്സിലാക്കുക, ബൈ ഹാർട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ആകെ ഡിസ്കസ് ചെയ്തത് 6 അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ദെൻ ഡിപ്രീസിയേഷൻ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. കൃത്യമായിട്ട് വീഡിയോ വ്യൂ ചെയ്യുക, ആവശ്യമുള്ള നോട്ട്സ് ഉണ്ടാക്കുക. ഓക്കെ, ബൈ.